എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വെസ്റ്റ് ഇൻഡീസിനെതിരായ ആദ്യ ടെസ്റ്റിൽ തകർപ്പൻ വിജയം നേടിയ ശേഷവും രണ്ടാം ടെസ്റ്റിനുള്ള പ്ലേയിംഗ് 11-ൽ ഞെട്ടിക്കുന്ന മാറ്റങ്ങൾ വരുത്തിയിരിക്കുകയാണ് ക്യാപ്റ്റൻ ശുഭ്മൻ ഗിൽ. ആദ്യ ടെസ്റ്റിൽ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാതെ പോയ സായ് സുദർശനു പകരം ഈ മത്സരത്തിൽ വൈഭവ് സൂര്യവംശിക്കും അവസരം ലഭിക്കും എന്നതാണ് നിർണായകമായ ചില സൂചനകൾ ലഭിക്കുന്നത്. ഈ പരമ്പര ഇന്ത്യയ്ക്ക് വെസ്റ്റ് ഇൻഡീസിനെതിരായ ബാറ്റ് ഷട്ട് നിലനിർത്താൻ മാത്രമല്ല, വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ കാഴ്ചപ്പാടിലും അതീവ നിർണായകമാണ്. ആക്രമണോത്സുകതയും സന്തുലിതാവസ്ഥയും ഒത്തുചേർന്ന അനുഭവ സമ്പത്തും യുവത്വത്തിന്റെ ഊർജ്ജവും നിറഞ്ഞ ഒരു ടീമിനെയാണ് ശുഭ്മൻ ഗിൽ തിരഞ്ഞെടുത്തത്. രണ്ടാം ടെസ്റ്റ് നടക്കുന്നത് ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ്. ഈ പിച്ച് സാധാരണയായി ബാറ്റ്സ്മാൻമാർക്ക് അനുകൂലമാണ്. ആദ്യ ദിവസങ്ങളിൽ റൺസ് ഒഴുകും. എന്നാൽ മത്സരം പുരോഗമിക്കുമ്പോൾ പിച്ച് സ്പിന്നർമാർക്ക് സഹായകമാവുകയും വേഗത കുറയുകയും ചെയ്യും. ഈ പിച്ച് റിപ്പോർട്ട് കൃത്യമായി മനസ്സിലാക്കിയാണ് ഗിൽ തന്റെ പ്ലേയിംഗ് 11-ന്റെ രൂപകൽപ്പന പൂർത്തിയാക്കിയിരിക്കുന്നത്. ആദ്യ ടെസ്റ്റിൽ യശസ്വി ജയ്സ്വാളും KL രാഹുലും നൽകിയ ഉറച്ച തുടക്കവും ജസ്പ്രീത് ബുംറ, മുഹമ്മദ് സിറാജ് എന്നിവരുടെ പേസ് ആക്രമണവും രവീന്ദ്ര ജഡേജ, കുൽദീപ് യാദവ് എന്നിവരുടെ സ്പിൻ വലയം ചേർന്ന് ഇന്ത്യ മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു. എന്നാൽ സായ് സുദർശൻ സ്ഥിരതയില്ലാത്ത പ്രകടനം കാഴ്ചവെച്ചത് മധ്യനിരയിൽ സമ്മർദ്ദമുണ്ടാക്കി. ഈ സാഹചര്യത്തിലാണ് ക്യാപ്റ്റൻ ധീരമായ ഒരു തീരുമാനമെടുത്തത്. 14-കാരൻ വൈഭവ് സൂര്യവംശിയുടെ അരങ്ങേറ്റം. സായ് സുദർശനെ ഒഴിവാക്കി 14 വയസ്സുകാരൻ വൈഭവ് സൂര്യവംശിക്ക് അവസരം നൽകിയത് ഇന്ത്യൻ ക്രിക്കറ്റ് ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. ആഭ്യന്തര ക്രിക്കറ്റിൽ തന്റെ പ്രായത്തിനപ്പുറമുള്ള പക്വതയുള്ള ബാറ്റിംഗ് പ്രകടനമാണ് ഈ യുവതാരം കാഴ്ചവെച്ചത്. വൈഭവ് അരങ്ങേറ്റം കുറിക്കുന്നതോടെ ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനായി അദ്ദേഹം മാറും. യുവപ്രതിഭകളെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഗില്ലിന്റെ തീരുമാനമാണ് ഈ മാറ്റത്തിലൂടെ വ്യക്തമാകുന്നത്. ഇത് ടീമിന് പുതിയ ഊർജ്ജവും ആവേശവും പകരും. വെസ്റ്റ് ഇൻഡീസ് ആദ്യ ടെസ്റ്റിൽ പരാജയപ്പെട്ടെങ്കിലും തേജ് മാരായൻ ചന്ദ്ര പോലെയും റോസ്റ്റൺ ചേസിനെ പോലെയുമുള്ള അനുഭവ സമ്പന്നരായ കളിക്കാർ അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യ ദിവസം മുതൽ തന്നെ എതിർ ടീമിനുമേൽ ആധിപത്യം സ്ഥാപിക്കാനായിരിക്കും ഇന്ത്യൻ ടീം ശ്രമിക്കുക. ഇനി ശുഭ്മൻ ഗിൽ പ്രഖ്യാപിച്ച അനുഭവ സമ്പത്തും യുവത്വവും ഒത്തുചേർന്ന പ്ലേയിംഗ് 11-നെ പരിചയപ്പെടാം. യശസ്വി ജയ്സ്വാൾ, KL രാഹുൽ, ശുഭ്മൻ ഗിൽ, വൈഭവ് സൂര്യവംശി, ധ്രുവ് ജൂരൽ, രവീന്ദ്ര ജഡേജ, അക്സർ പട്ടേൽ, നിതീഷ് കുമാർ റെഡ്ഡി, ജസ്പ്രീത് ബുംറ, മുഹമ്മദ് സിറാജ്, കുൽദീപ് യാദവ്. ഡൽഹി പിച്ചിൽ ഗില്ലിന്റെ വേരിയേഷനുകൾ നിർണായകമാകും. ശുഭ്മൻ ഗില്ലിന്റെ ഈ തന്ത്രമായ നീക്കം വിജയം കാണുമോ എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. 3 സ്പിന്നർമാരെ ഉൾപ്പെടുത്തിയത് പിച്ചിന്റെ സ്വഭാവം മുൻകൂട്ടി മനസ്സിലാക്കിയതിന്റെ സൂചനയാണ്. വെസ്റ്റ് ഇൻഡീസിനെ സമ്മർദ്ദത്തിലാക്കി രണ്ടാം ടെസ്റ്റിലും വിജയിക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. അതുപോലെ വൈഭവ് സൂര്യവംശിയുടെ അരങ്ങേറ്റം ഈ ടീമിന് എത്രത്തോളം ഊർജ്ജം പകരുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇനി നിങ്ങൾ പറയൂ, ഈ പ്ലേയിംഗ് 11 വെസ്റ്റ് ഇൻഡീസിനെ പരാജയപ്പെടുത്താൻ പ്രാപ്തരാണോ, അതോ ടീമിൽ കൂടുതൽ മാറ്റങ്ങൾ ആവശ്യമുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉടൻ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.